നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഡെലിവറി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫുൾ ഫാമിലി ഒരുമിച്ച് വീട്ടിലോട്ടുള്ള ഗ്രോസറീസ് ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ എന്തെങ്കിലും എമർജൻസി പെട്ട കാര്യങ്ങൾ ഇച്ചാൻ അയച്ചു കൊടുക്കുന്നു, മെസ്സേജ് അയക്കുന്നു, വരുമ്പോൾ അത് മേടിച്ചുകൊണ്ട് വരുന്നു. നമ്മളങ്ങനെ പോകാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചു പോകാം. പിന്നെ തന്നെയല്ല, നമ്മുടെ അടുത്ത് കുറേ പേര് പുതുതായിട്ട് ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒത്തിരി പേര് ചോദിച്ചു നമ്മുടെ ഫിൻലൻഡിൽ ഗ്രോസറീസ്, അതായത് നമ്മുടെ വീട്ടു ചിലവ് എക്സ്പെൻസ് ഒക്കെ എത്രയാവും ഏകദേശം മാസം എന്നൊക്കെ ഉള്ളത്. അപ്പം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു നമ്മൾ ഭയങ്കര ഓവറായിട്ട് ചിലവൊന്നുമില്ല അല്ലേ, എന്നെ തോന്നുന്നത്? നമുക്കങ്ങനെ ഭയങ്കര ഓവറായിട്ട് ചിലവുണ്ടെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ചിലവുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി കുറച്ച് വലുതാണ്. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഓർക്കും എഴുതി വെക്കണം. പക്ഷെ ഒരു പ്രാവശ്യം പോലും എഴുതി വെക്കാറില്ല. ഈ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഏകദേശം അറിയാൻ വേണ്ടിയിട്ട്, ഒരു മാസം എത്ര ആവും അറിയാൻ വേണ്ടിയിട്ട് കണക്ക് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു എത്രയായിട്ടുണ്ട്? 15-ാം തീയതിയാണ് എഴുതി വെക്കാൻ തുടങ്ങിയത്. 15-ാം തീയതി വരെ ഒരു 150 യൂറോളം ഇപ്പം തന്നെ ആയിട്ടുണ്ട്. 180 യൂറോ, 182 യൂറോ ഇപ്പം എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പോയി സാധനം വാങ്ങിച്ചാണ്. അതെ, അപ്പം നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ കിച്ചണൊക്കെ എംപ്റ്റി ആണ്, സാധനങ്ങളെല്ലാം തന്നെ തീർന്നിരിക്കുവാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ എല്ലാം ബോക്സുകളൊക്കെ എംപ്റ്റിയാണ്. അപ്പം നമുക്ക് ഇന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. എത്ര രൂപയാകും എന്നുള്ളത് അറിയാം. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഇന്ന് സാധനം വാങ്ങിച്ചാലും മിക്ക ദിവസങ്ങളിൽ സാധനം വാങ്ങണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പാല്, അതുപോലെ തന്നെ മീറ്റ്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും വാങ്ങേണ്ടി വരും. മീറ്റ് എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അല്ല, പക്ഷെ ഓഫറുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. മീറ്റൊക്കെ മേടിച്ച് വയ്ക്കുന്നത്. എണ്ണ ആയിക്കോട്ടെ, പിന്നെ അരി, ഗോതമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എപ്പോഴും മേടിക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ തീർന്നിരിക്കും. അപ്പോൾ വിചാരിച്ച് ഇന്ന് പോയി അതെല്ലാം മേടിക്കാം. നമ്മുടെ സാലറി വരുന്നത് 14-ാം തീയതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം, ഈ ആഴ്ച നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ പിള്ളേരെയും കൊണ്ട് പോവുകയാണെങ്കിൽ അവർക്കിത് കണ്ടും കേട്ടും അറിഞ്ഞും സാധനങ്ങൾ എന്താണെന്നുള്ളതും പിന്നെ അതുപോലെ അതിൻ്റെ വിലയും അങ്ങനെയാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിപ്പം ഈ ചേൻ തിരക്കിലാണ്. ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട്. അപ്പോൾ എനിക്കും കടയിലോട്ട് പോകാൻ പറ്റാത്ത ഇതാണ്. പെട്ടെന്ന് പാലൊക്കെ തീർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ തൊട്ട് താഴത്തെ കടയിൽ, അടുത്ത കടയിലോട്ടൊക്കെ പിള്ളേർ ഓടിച്ചു വിടുകയല്ലോ. അതുപോലെ ഇവരോട് പറഞ്ഞ് ഇവർ ഓടിപ്പോയി പാല്, മുട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തരും കേട്ടോ. ഇവിടെ സാലറി എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഒരു മാസത്തിൽ 2 പ്രാവശ്യം സാലറി ഉണ്ട്. മെയിൻ സാലറി ഡിപ്പെൻഡിങ് ഓരോ കമ്മ്യൂണി അനുസരിച്ചിട്ട്. ചില കമ്മ്യൂണിൽ 14-ാം തീയതി മെയിൻ സാലറി കിട്ടും. പിന്നെ ബോണസ് എൻഡ് ഓഫ് മന്തിൽ കിട്ടും. അപ്പം ബോണസ് എന്ന് പറയുമ്പോൾ എന്നാണ് ചുക്ക് അത് പറഞ്ഞു കൊടുത്തത്? അതുകൂടെ പറഞ്ഞുതരാം. വീക്കെൻഡിൽ നമ്മൾ ചെയ്യുന്ന ജോലി, പിന്നെ നൈറ്റിൽ കിട്ടുന്ന എക്സ്ട്രാ ബോണസ് ഉണ്ടാവില്ല. അതായത് നൈറ്റിൽ നോർമൽ സാലറി കൂടാതെ നൈറ്റ് ചെയ്യുന്നവർക്ക് പ്രത്യേകം ബോണസ് സാലറി ഉണ്ട്. അപ്പോൾ ഇനി ബോണസ് വിഭാഗത്തിൽപ്പെടുന്ന എല്ലാം കൂടെ കൂടിയിട്ട് മാസാവസാനമാണ് അവർ പേ ചെയ്യുന്നത്. ബേസിക് സാലറി മാത്രമാണ് ഈ 14-ാം തീയതി ഹെൽത്ത് കെയർ പ്രൊഫഷനിലുള്ളവർക്ക് കൊടുക്കുന്നത്. അത് ഞങ്ങൾ വന്ന വർഷമൊക്കെ 31-ാം തീയതി ആയിരുന്നു കേട്ടോ. ഈ സാലറി ലാസ്റ്റ് മന്തിലായിരുന്നു ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു കിട്ടി. പക്ഷേ ഓരോ കമ്മ്യൂണിലും വ്യത്യാസം ഉണ്ടാവും. ചില കമ്മ്യൂണിൽ മാസാവസാനം മെയിൻ സാലറിയും 14-ാം തീയതി ബോണസാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഏതായാലും ഇപ്പം നമുക്ക് വരുന്നത് 14-ാം തീയതി മെയിൻ സാലറി വന്നിട്ട് ബോണസ് ഉണ്ടെങ്കിൽ അത്. പിന്നെ മെറ്റേണിറ്റി ഇരിക്കുമ്പോൾ ബോണസ് ഒന്നുമില്ല. ബോണസ് ഒന്നുമില്ല കേട്ടോ. അപ്പം ബോണസൊക്കെ എടുത്ത് ഈശ്വല്യം ഇന്ന്. അങ്ങനെ നമ്മുടെ കുഞ്ഞാവ് ഇച്ചിരി വലുതായി. കറക്റ്റ് അവനെ വെച്ച് കാണിച്ച് എടുത്തോ. ഷോപ്പിങ്ങിന് പോകുന്ന നേരത്തെ അവന് ബിൽഷൂളില് ഇതുണ്ടോ ഇങ്ങനെ കിടത്തിയപ്പോഴേക്കും അവന് ഇതിനകത്തുനിന്ന് ഇത് ഇച്ചിരി വലുതായല്ലോ. അതായത് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി അപ്പൊ അവന്റെ സൈസിലാക്കണം. അപ്പൊ ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു 0 സൈസിലുള്ളതിന്റെ സംഭവം നമ്മൾ പയ്യെ പൊക്കുന്നു. അതുകൊണ്ട് ഇതിൽ എല്ലാ സപ്പോർട്ടും ഉണ്ട്. നല്ല അടിപൊളി സപ്പോർട്ട്. ഇത് ബാക്കിലൊക്കെ കറക്റ്റ് ആയിട്ട്. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഇനി ഇത് മാത്രം അല്ലേ? ഇനി ഇത് മാത്രം മതി. കറക്റ്റായൊന്നും പറയാൻ പറ്റില്ല. അയ്യോ എൻ്റെ കഴുത്ത്, അയ്യോ മറ്റേ തുറക്കട്ടേടാ, പൊന്നിനൊന്ന് തുറക്കട്ടേടാ. അപ്പോൾ നമ്മൾ ജോണിക്കുട്ടീനെ പ്രീ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നില്ല. അപ്പോൾ അവനെ കൊണ്ടുവന്നിട്ട് ആ വഴി അങ്ങ് പോകണം നോക്കിക്കൊണ്ടിരിക്കുന്നു. ബെൽറ്റ് വെച്ചേ, ഇതിട്ടോ വെച്ചേ. ആദ്യം ഇഡ്ഡലി പോവാം അല്ലേ? അതായത് നമ്മൾ മെയിനായിട്ട് സാധനം വാങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ 4 ഷോപ്പിൽ നിന്നാണ് സാധാരണ രീതിയിൽ ഫിൻലൻഡിലുള്ള എല്ലാവരും തന്നെ വാങ്ങുന്നത്. കാരണം വെച്ചാൽ ലിഡിലിൽ കുറച്ച് ചീപ്പായിട്ട് കിട്ടും. പക്ഷേ അന്നേരം എല്ലാ സാധനങ്ങളും അവിടെ കിട്ടത്തില്ല. കുറച്ച് സാധനങ്ങൾ ലിഡിലിൽ നിന്ന് നമ്മൾ വാങ്ങും. എസ് ഗ്രൂപ്പിൻ്റെ ആണ് ഈ പ്രിസ്മ അല്ലെങ്കിൽ അങ്ങനെ സാല അങ്ങനെയൊക്കെ ഉള്ളത്. കെ ഗ്രൂപ്പിൻ്റെ ആണ് കെ സിറ്റി മാർക്കറ്റ്, കോ മാർക്കറ്റ് എന്നൊക്കെ ഇവിടെ പറയും. അപ്പോൾ ഇവർക്ക് രണ്ടിടത്തും ഓഫറുകളിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. പ്രൈസിലൊക്കെ ചെറിയ തോതിൽ വ്യത്യാസം കാണും അല്ലേ? അതായത് നമുക്ക് വീട്ടിലിങ്ങനെ അതിൻ്റെ റെഡ് ക്ലാമ്പ് വരും, അതായത് പരസ്യം വരും, ഇന്ന സാധനത്തിന് ഇന്ന വില ഓഫർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവിടെ എല്ലാവരും അങ്ങനെ കേട്ടോ, ഓഫറുള്ള സമയത്ത് പോയി കൂടുതൽ പർച്ചേസ് ചെയ്ത് വെക്കും. പിന്നെ കുറേ നാളത്തേക്ക് ഇരിക്കുന്നതൊക്കെ അങ്ങനെ ചെയ്യും. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഒരു കലാപരിപാടികൾ. പിന്നെ നമ്മൾ അങ്ങനെ സാധനം മേടിക്കാൻ പോകണം. ജോൺകുട്ടീനും കൂട്ടിക്കൊണ്ട് പോകാം അല്ലേ? ഇന്നിപ്പോൾ ഒക്കെ -6 ഒക്കെയാണ്. ഇപ്പം ഈ ആഴ്ചയാണ് കഴിഞ്ഞ അടുത്ത ആഴ്ച തന്നെ വണ്ടി തെറ്റിച്ചിട്ടുണ്ടായിരുന്നോ? തെന്നിയതാണത്? അല്ല, തെന്നിയ അവരുടെ വണ്ടിയാണ് ഞാൻ നമ്മുടെ മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയാണ്.
അപ്പൊ നമുക്ക് ആദ്യം ലിഡിലോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ ഷോപ്പുകളിലേക്കെല്ലാം, അതായത് ടൗണിലോട്ട് ടൗണിലേക്ക് എല്ലായിടത്തേക്ക് സാധനം വാങ്ങാൻ എളുപ്പമാണ്. അപ്പൊ ലിഡിലോട്ട് ആദ്യമേ ജോണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് നമുക്ക് ഓക്കെ ജോണിക്കുട്ടിയെ കൂട്ടാൻ പോവാം. ജോണിക്കുട്ടീനെ അങ്ങനെ നമ്മള് ഡേ കെയറിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. ജോണിക്കുട്ടി ഡേ കെയറിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ നേരത്തെ എന്നായിരുന്നു അവിടെ സംഭവിച്ചേ? ജോണിക്കുട്ടി എന്നാ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഡേ കെയറില്? ഫ്രണ്ടിനെയും കൊണ്ട് മറ്റേ ഒരു ചെയർ പോലത്തെ സ്കേറ്റിംഗ്, അതായത് ഇരുത്തി സ്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. സ്കേറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ചെയർ പോലെ തള്ളിക്കൊണ്ട് പോയില്ല സ്നോയിലൂടെ. ജോണിക്കുട്ടി ഒരു കയറ്റപ്പുറത്തേക്ക് ഒരു കൊച്ചിനെ തള്ളി കയറ്റിക്കൊണ്ടിരിക്കുക. എന്നെ കണ്ടോ മമ്മാന്ന് പറഞ്ഞിട്ട് ഓടി. ആ കൊച്ച് ഭാഗ്യം കൊണ്ട് അവിടെ തള്ളി നിന്നു. ആ കൊച്ചെങ്ങാനും ഊർന്ന് തിരിച്ചു പോന്നായിരുന്നെങ്കിലോ? അതിന്റെ മോൻ അതിന് പകുതി വഴിയിൽ വിട്ടിട്ട് പോകുന്നത് അതിനെ സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു വരാൻ. അങ്ങനെ എക്സൈറ്റ്മെന്റിൽ നമ്മൾ ചെയ്തോണ്ടിരിക്കണാരും മറന്നു പോരുത് കേട്ടോ. ആ കൊച്ചിനും ഭാഗ്യമുണ്ട്, നമുക്കും ഭാഗ്യമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ പൊന്നെ ഞാൻ പേടിച്ചു പോയി. വാതിൽ ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ചാടി ഓടുവാണെ. മൂന്നും കൂടെ ഇപ്പോൾ ഓടിപ്പോയിട്ടുണ്ട് അങ്ങോട്ട്. ഇനിയിപ്പോൾ ബേബിനെയും കൊണ്ടൊക്കെ നമുക്ക് വയ്യ കടയിലോട്ട് പോവാം. ഷോപ്പിംഗ് ബാഗ് കൊണ്ടുപോയാലത്തെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെൻറ്റുകൾ ലാഭിക്കാം അല്ലേ? അവൻ നല്ല ഉറക്കമായി കേട്ടോ. പാല് കൊടുത്ത് കൊണ്ടുവന്നേക്കുന്നതുകൊണ്ട് കുറഞ്ഞ 2 മണിക്കൂർ ഉറങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. അസക്കോട്ടിന് നമ്മൾ സാധനം വാങ്ങുന്ന ബാസ്ക്കറ്റിന് തിരുത്തിയിട്ട് തരുവാണ് എളുപ്പമുണ്ട്. ആളിൻ്റെ കയ്യിലാണ് വാങ്ങാനുള്ള സാധനത്തിന് ലിസ്റ്റ് ഇരിക്കുന്നത്. ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് പോകാൻ ആള് പഴമൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇവിടെ പഴത്തിൻ്റെ വിലയൊക്കെ €1.59, പിന്നെ 1.79 ഒക്കെയാണ് കിലോയ്ക്ക്. നോക്കിയിട്ടാലേ രണ്ടും ഓർഗാനിക് എന്ന് പറഞ്ഞാൽ മറ്റേ വളം ബയോ വളം ഇട്ട് വെക്കുന്നതാണ് ഓർഗാനിക്. കെമിക്കൽ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവത്തില്ല. ലെമൺ എടുത്തേ 1.39 ഉണ്ട്, 1.79 ഉണ്ട്. നമ്മൾ 1.39 എടുത്തു. 1.39 എത്ര ഉണ്ട്? 4 ഉണ്ട്. അതിൻ്റെ അകത്ത് 3 ഉള്ളൂ കൂടിയനും. ഇവിടെ എല്ലാ സാധനവും ബയോ ഉണ്ടാവും, ഇതും ഉണ്ടാവും അല്ലേ? രണ്ടും ഉണ്ടാവും. ഓറഞ്ച് 1 കിലോ 750 ഗ്രാമിന് 2.60, അല്ല 1.95. 1 കിലോയ്ക്ക് 2.65. ശരി. 750 വെയിറ്റ് കൂടുതലായിരിക്കും ഇതിന്. ഓക്കെ, അവക്കാട് എടുക്കാലോ ഒരെണ്ണം. നമ്മൾ അവക്കാടോ 700 ഗ്രാമിന് 369. 1 കിലോയ്ക്ക് €5.27. അവക്കാട് നല്ലതാണെന്നൊക്കെ നോക്കിയെടുക്കാനായിട്ട് പല പല ഐഡിയാസും ഉണ്ട്. നമ്മൾ നോക്കിയിട്ട് ഇതിൻ്റെ ഞെട്ട് പൂത്തു പോകാത്തത് നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. എന്തോ എന്നിട്ട് അങ്ങനെ സ്പോയിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എടുക്കരുതെന്ന് പറയുമല്ലോ. പക്ഷേ വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആട്ടോ ഇത്. അതായത് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. €2.50 കിലോയ്ക്ക് അല്ലേ? നമ്മളിവിടെ പാരോൺ എന്ന് പറയും, പിയർ ഫ്രൂട്ട്. ജാമും വിപ്പിംഗ് ക്രീമും ഉണ്ടെങ്കിൽ പാൻ കേക്ക് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സംഭവം കേട്ടോ. വെളിച്ചെണ്ണ ഇവർക്ക് വലുതുണ്ടായിരുന്നു, അതിപ്പോൾ വരുന്നില്ല, ചെറുത് മാത്രമേ ഉള്ളൂ. എന്നാ വെളിച്ചെണ്ണയ്ക്ക് 1/2 കിലോയ്ക്ക് 5.89 അല്ലേ? 5.89. മറ്റേ €12 കണ്ടായിരുന്നു അല്ലേ വലുതിന്. അപ്പോൾ വലിയ ബോട്ടിൽ വരുന്നില്ല. നമ്മുടെ ചോറ് അരി പോലെ ഇവിടെ ഉരുളക്കിഴങ്ങ്. ഇതിനാണ് ഇവിടെ വില ഉള്ളത്. ഏറ്റവും വിലക്കുറവുള്ളത് 75 സെന്റ്. അങ്ങനെ മോനെ ഉരുളക്കിഴങ്ങ് താഴെ പോകും. 75 സെന്റാണ് ഉരുളക്കിഴങ്ങിന് അല്ലേ? ഇതുകൊണ്ട് വേണേൽ കോരി എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സാധനം കയ്യിലിട്ടിട്ട് നമ്മൾ ഫീൽ ചെയ്തെടുക്കും ചീഞ്ഞതാണോ എന്നറിയാൻ. ചീഞ്ഞൊന്നും വെക്കില്ല കേട്ടോ, ഇവിടെ അതൊക്കെ ചെക്ക് ചെയ്താണ് വരുന്നത്. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് അപ്പോൾ അവരും ലിസ്റ്റ് നോക്കി സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള മേളിലേക്ക്, അല്ലെങ്കിൽ പ്ലിങ്ങിപ്പോവും. പിന്നെ ഇഞ്ചിക്ക് ഇപ്പം ഇച്ചിരി വിലക്കുറവുണ്ട്. €6.59 കിലോയ്ക്ക്. ഇഞ്ചി ഒരെണ്ണോട് എടുക്കാം. ഇഞ്ചി കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യാരറ്റിന് €1.19 അല്ലേ? മാളു ഇതിനെടുത്തേ. മാളു കുക്കുമ്പർ എടുക്കുന്നില്ലേ? കുക്കുമ്പർ നല്ലതാണോ നോക്കി എടുക്കുക. കുക്കുംബർ 1 കിലോയ്ക്ക് €3.59 ലിഡിലിൽ. ലിഡിലാണ് ഉള്ളതിൽ ഇച്ചിരി വിലക്കുറവുള്ളത്.
ക്യാപ്സിക്കം എടുത്തായിരുന്നു മാളു. തക്കാളിയും പല വിലയുടെയാ അല്ലേ? തക്കാളി ഈ തക്കാളി എടുത്തോ. ഈ തക്കാളി നല്ല തക്കാളി 2,99. മറ്റേത് കുറച്ചൊരു അത് ഭയങ്കര വലിപ്പമല്ലേ? നസക്കുട്ട നല്ല ഉറക്കത്തിലാണ്. ക്യാബേജ് 2,79 കേട്ടോ പ്രൈസ്. ബ്രക്കോളിക്ക് 1,69. ആണോ? ഒരു ലൈൻ മൊത്തം നമ്മളാണല്ലോ ചോദിക്കോ, സൈഡ് പറ്റി നിൽക്കണേ, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. വായോ മധുരക്കിഴങ്ങ് 2,19. അതായത് വീക്കെൻഡിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്ക്, വീക്ക് ഡേയ്സിൽ തിരക്ക് കുറവാണ് ഷോപ്പുകളിൽ. പൊട്ടറ്റോടെ സ്റ്റെപ്പ് ബ്രദറാണ് മറ്റേ മധുരക്കിഴങ്ങ്. ഗ്രീൻ ആണോ വേണ്ടത്? റെഡ് നല്ലത്. അടുത്ത് ഗ്രീൻ എടുത്ത്, ഗ്രീൻ ഓഫർ ഉണ്ട്. അത് വെച്ചോ, രണ്ടും വെച്ചോ. ഏറ്റവും നല്ല സവാള ഏതാ ചിക്കു? ഇതല്ലേ എടുക്കുന്നേ? റെഡ് ഒനിയൻ അല്ലേ എടുക്കുന്നേ? റെഡ് ഒനിയൻ നോക്കിയെടുക്കുക. മിക്സ് ആയിട്ടുള്ളതാണേലും അങ്ങനെയുണ്ട്, റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. €1.69 ആണ്. ചീഞ്ഞിട്ടുണ്ട് നോക്കട്ടെ. ജോണിക്കുട്ടി ഉറപ്പ് പറയണത് ഇത് നല്ലതാന്ന്. ചെക്ക് ചെയ്യാവോ? ഗാർലിക് എടുത്തോ ഒരെണ്ണം. ഗാർലിക്, വെളുത്തുള്ളി, വാൽക്കോസിപ്പുള്ളി, നമ്മുടെ ചെറിയുള്ളി അതെടുത്തായിരുന്നു. ചെറിയുള്ളി എടുത്തതാ. പിള്ളേര് സ്വീറ്റ്സ് ഞാനും പിള്ളേരോട് വരുവാണെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റ് ഐഡിയ ആണ്, പെട്ടെന്ന് സാധനം എടുത്തിട്ട് പോകും. ഓക്കെ, നട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന സംഭവമാണ് ബ്രെഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുന്നവരായിരിക്കും, പിള്ളേർ പെട്ടെന്ന് വന്നിട്ട് കഴിക്കുന്ന സംഭവമായതുകൊണ്ട് ബ്രെഡ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇരിപ്പുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇതെടുത്തേപ്പാ, ഈ ബ്രെഡ് എടുക്കും. ഇതാട്ടോ നമ്മളെടുത്ത ബ്രെഡ്. ഇതാകുമ്പം 100% റൂയിസ് ലൈപ്പാന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. പക്ഷേ ഇത് വൈറ്റ് ബ്രെഡ് അല്ല, പ്യുവർ വൈറ്റ് ബ്രെഡ് അല്ല, ബ്രൗൺ ബ്രെഡ്. ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് നല്ലത് അല്ല, അത് അപ്പുറം ഇരിക്കുന്ന ടോസ്റ്റ്. ഈ സെക്ഷനിലോട്ടൊക്കെ വരുമ്പോഴേക്കും പിന്നെ ചില നേരത്ത് നമ്മുടെ അതിന് കൺട്രോൾ പോകുന്നൊരു അവസ്ഥയൊക്കെ കേട്ടോ. പലരും പല വഴിക്ക് ഓടുന്നു, എപ്രാളം കാണിക്കുന്നു. ഇപ്പോൾ വേണ്ട അതേലും പിടുത്തോട്ടിട്ടുണ്ട്. ആ കട്ടിൽ കടപ്പുറത്ത് മറ്റേ ചൂടുകടല ഇടും. ചൂടില്ലെന്നേ ഉള്ളൂ സംഭവം, ശരിക്കും കടലയുടെ. അതിൻ്റെ 2 എടുത്ത് പോകാൻ, അതിന് 99 സെൻറ്റ് ഉള്ളൂ. അത് ക്യാഷിൻ്റെ വീട്ടിലുണ്ട് നമുക്ക്. ബീഫൊക്കെ നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ ഇവിടെ ഫ്രൈഡേയിൽ ഫ്രഷ് സാധനം വരും, പക്ഷെ ഇത്രയും വിലയില്ല, വിലയും കുറവുണ്ടാവും. നമ്മുടെ വീട്ടിലെ ചിക്കൻ കറി വെക്കുന്ന ചിക്കൻ ഇതാ കേട്ടോ. അതിന് വന്ന സമയത്തൊക്കെ 99 സെൻറ്റ് ഉണ്ടായിരുന്നു ഒരു കിലോയ്ക്ക്, ഇപ്പൊ 2.99 പാക്കറ്റിന്. അത് 1 കിലോയ്ക്കാണ്. ഈ ചിക്കൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകുന്നില്ല. വെന്ത് കഴിഞ്ഞാലും ചിക്കൻ മറ്റേ ഫുൾ ചിക്കൻ കിട്ടും. ഫുൾ ചിക്കൻ അതെന്ന് പറയാൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഫുൾ ചിക്കൻ €7 കിലോയ്ക്ക്. ഇത് പക്ഷേ 3 ലെഗ് പീസാണ്, മുഴുത്ത ലെഗ് പീസാണ് വരുന്നത്. ലെഗും തൈയും കൂടെയും കൂടിയിട്ട്. ഫുൾ ചിക്കൻ വാങ്ങും നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങും. ഏഷ്യൻ ഷോപ്പിൽ ഫ്രൈഡേയിൽ പുതിയ ഫ്രഷ് സാധനം വരും. ചിക്കൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടോ? ചിക്കൻ നമ്മൾ ഉപയോഗം കുറവാണ്. എടുത്ത് 2 മാത്രമേ ഉള്ളൂ. ലൈനായിട്ട് ഇവിടെ നിൽക്കും മക്കളെ, നിങ്ങൾ പോവല്ലേ. കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതാൻ പറ്റും. കടയിൽ വന്ന് കഴിയുമ്പോഴേക്കും ഓരോരുത്തർക്ക് ഓരോ സാധനം വേണം. അതിനെ അമ്മയോട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, ഇന്ന സാധനമാണ്, അത് വാങ്ങണതിന് ഇത്ര €1 ഉള്ളൂ. ചക്കി അത് കേട്ടതോടെ തിരിച്ചു കൊണ്ടുവച്ചു കേട്ടോ. ആണോ? അവൻ എന്നെ എഴുതാൻ പോലും പഠിച്ചിട്ടില്ല. അവന്റെ പേരാണ് എഴുതാൻ ആയിട്ടുള്ളൂ. ബുക്ക് ഭയങ്കര ഹരവാ. ഫുൾ ചിക്കൻ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഫുൾ ചിക്കൻ ഉണ്ട്. 1 കിലോയ്ക്ക് അത്ര 4.99 തന്നെ. 4.99 കിലോയ്ക്ക്. പക്ഷേ ഇതൊരു ഇവിടുത്തെ നോക്കിയാൽ നല്ലതാണോ? അത് ഹെർബൊക്കെ ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് അതിന് ടേസ്റ്റ് വ്യത്യാസമൊക്കെ കാണുമായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല. ചീസ് പെട്ടെന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേർ സ്കൂളിലൊക്കെ പോകാൻ നേരത്തെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ചീസ് വെക്കുമ്പോൾ ഇത് നമുക്കിങ്ങനെ ചീസ് കട്ട് ചെയ്തെടുക്കാവുന്ന ടൈപ്പാട്ടോ. ചെറുതെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കേടായി പോവുകയില്ല. ഓക്കെ, അപ്പോൾ ചീസിനകത്ത് ഫ്ലേവേഴ്സ് ഉള്ളത് ഗാർലിക്കിൻ്റെ പലതും.
അത് നല്ല നല്ല രസമാണ്. മറ്റേ ഹപ്പാങ്കുറപ്പിൻ്റെ മുകളിൽ ചെറിയ പുളിയുള്ള ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് തന്നെ അല്ലേ, അതിൽ സ്പ്രെഡ്. ഏതാ ഏതാ ജോൺകുട്ടി ഏതാ പറഞ്ഞേ? ജോണിക്കുട്ടിക്ക് ആ യോഗർട്ട് ഇഷ്ടമാണ്, ജോണിക്കുട്ടി അതെടുത്തു. അതെന്തായാലും നമ്മൾ മറ്റേ യോഗർട്ട് വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പൗളി ഇഷ്ടമാണോ? നിങ്ങൾ ചൂസ് ഏതെങ്കിലും ഒരെണ്ണം. കൂടുതൽ ടേസ്റ്റ് ചെയ്തേക്കുന്നതാണ്. എനിക്ക് ഇത് പൗളിയാ നല്ലത്. ഇതില് ടേസ്റ്റ് പൗളി എടുക്ക്. ഒരെണ്ണം മതി, അതിന്റെ 4 ഉണ്ട്. അതെടുക്കണം. യോഗർട്ട് വേണം. യോഗർട്ട് എടുത്തോ, 2 എടുത്തോ. ലോ ഫാറ്റിന്റെ ഉണ്ട്. ഇത് ചളുങ്ങി പോയല്ലോ വെച്ചാ. ഇവിടുത്തെ ടൈപ്പ് ഫുഡ് ഉണ്ടാക്കുമ്പം നമ്മൾ ഇപ്പം നാട്ടിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കല്ലേ, അതുപോലെ ക്രീം യൂസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ അല്ലേ. കെർമ എന്നാണ് ഇവിടെ ഇതിന് പറയുന്നത്. ഇവിടെ ബട്ടർ ചിക്കൻ നേരത്തെ ഉണ്ടാക്കാൻ നേരത്തെ ഇവരുണ്ടാക്കി ഒഴിക്കുന്നതേ, ക്രീമൊക്കെ ഒഴിക്കും സൈഡിലോട്ട്. ആഹാ, യശക്കുട്ട എണീറ്റോ? യശക്കുട്ടൻ ഫസ്റ്റ് ടൈമാണ് പർച്ചേസിങ്ങിന് വരുന്നത്. ജോണിക്കുട്ടി ചെയ്യലേ, ഇത് കൊഞ്ചിക്കല്ലേ, അവൻ എണീറ്റ് കരയാൻ തുടങ്ങുമ്പോ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇങ്ങോട്ട് വേഗം. പാലൊക്കെ ആവശ്യം എടുത്തോ? 2 ദിവസം സ്ട്രൈക്ക് അല്ലേ. എടുത്തോ, 2 പാക്കറ്റ് എടുത്തോ. എനിക്കറിയാം, അതെന്തായാലും നടക്കൂലല്ലോ. പർപ്പസ് അവക്ക് ഇഷ്ടമുള്ളതല്ല. പാലാവശ്യത്തിന് എടുത്തോ? ഒതുങ്ങി നടക്കാം. പാലാവശ്യത്തിന് എടുത്തോ? ഈ സൈഡ് ബിയർ എടുക്കാൻ പോണോ? അതിനാ കൊറോണ നാരങ്ങ ഉണ്ടോ? എന്തായാലും 1 വർഷത്തേക്ക് അല്ല, 1 അല്ല 2 വർഷത്തേക്ക് പാൽ കൊടുക്കുമ്പോ ഒന്നും കഴിക്കാൻ പാടില്ല. അതല്ല, ഐസ്ക്രീമിന്റെ സൈഡിലോട്ട് വന്നപ്പോഴേക്കും പോന്ന് പറഞ്ഞ സ്പീഡ് കൂട്ടി. മറ്റേ കൊറോണയുടെ ഞാൻ മനഃപൂർവ്വം അറിഞ്ഞു തന്നെയാ. വലിയൊരു ഇൻട്രസ്റ്റ് ആയിട്ട് അയ്യോ അത് എന്താ അത് ഇപ്പൊ അത് പറഞ്ഞ എടുക്കാൻ പറഞ്ഞ ഐസ്ക്രീം എങ്ങനെയാ, ടാലിയാണോ? അത് ഞാൻ എടുത്തോളാം. അപ്പൊ ഞങ്ങൾ ഐസ്ക്രീം എടുത്തോളാം. വേണ്ട അത് ബീൻസ് അതെടുത്തോ. ഫ്രോസൺ ബീൻസ് ആണ് സാധാരണ ലിഡിലി നമ്മൾ എപ്പോഴും വാങ്ങാറുണ്ട്. എനിക്ക് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ആ മരുന്ന് കുടിച്ച ഓർമ്മ വരും. ബീൻസ് ഓർമ്മ മതിയോ? ഏതാ ഓർമ്മ എടുക്കണ്ടേ? സ്പിനാച്ച് വന്നായിരുന്നു, നോക്കിയോ? എന്തിനാ വക്കുണ്ടാക്കണേ? എന്തിനാ വഴക്കുണ്ടാക്കണേ? മാളു ചിക്കുവിൻ്റെ കൂട്ടത്തിൽ ഷോപ്പിങ്ങിന് വരുമ്പോൾ നല്ല ക്ഷമ വേണം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചിക്കു എടുത്തൊക്കെ നോക്കി ഭയങ്കര സെർച്ച് ചെയ്തതിന് ശേഷമേ. അവനതൊന്നും ഇഷ്ടമല്ല, അവന് ഇഷ്ടമല്ലാത്ത സംഭവമാണ്. കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല പയ്യെ വിട്ടുകൊണ്ട് മോനെ ഒതുങ്ങി കിടക്കും. മോനെ അപ്പം പിടിച്ചോളഞ്ഞോണ് കിട്ടിയത്. മുട്ട എത്ര എണ്ണം? അത് 15 എണ്ണമാണോ? സൈഡിലോട്ട് നിന്ന് മോനെ. കുട്ടി എന്നാ ജോണിക്കുട്ടി എടുത്തേ? അവൻ നൈസായിട്ട് അവകാശം ചോദിച്ചു. ഇവരെല്ലാവരും ഇവർക്ക് ഇഷ്ടമുള്ള എടുത്തെന്നും പറഞ്ഞിട്ട് അവൻ പോയിട്ട് എടുത്തേക്കണത്. റൂവക്ക സോഡയുണ്ട്, ബേക്കിംഗ് പൗഡർ ഇല്ലാത്ത. പോവാ ഹണി നമ്മൾ വാങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കേട്ടോ, നമ്മുടെ നാട്ടിലെ ഹണി തീർന്നു. ഇത് ഓർഗാനിക് ഇത് കിട്ടും. ഇതാ നമ്മൾ എടുക്കാറ്. അതിന് 4.69 അല്ലേ? എല്ലാത്തിനും 4.35. പൊട്ടാത്ത എടുത്ത് കവർ എടുക്കുക ചാക്കി. ഇതിന് കുറച്ചുകൂടെ മണവും രുചിയൊക്കെ ഉണ്ട്. ഒരെണ്ണെടുത്തോ? ഏത്? ഇതാ മറ്റേ നാട്ടിൽ നിങ്ങൾ കഴിച്ചതല്ലേ? എന്നാ അത് ഒരെണ്ണെടുത്താൽ മതി. വാ എടുത്തേക്ക്. ഇങ്ങനെ ലിബറൽ ആയിട്ടുള്ള ഷോപ്പിംഗ് മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ കേട്ടോ. എണ്ണ എടുത്തോ? എണ്ണ സാലറി എടുത്തോ? സൈഡിലോട്ട് നിൽക്കടി മോളൂ. ഓക്കെ, ഇതോ പൊടി എടുത്തായിരുന്നോ?
ഗോതമ്പൊടി ഏഷ്യൻ ഷോപ്പിൽ നിന്ന് എടുക്കാം. ഏഷ്യൻ ഷോപ്പിൽ നിന്ന് എടുക്കാം. ആ ഗോതമ്പൊടി അല്ല, മറ്റേ ബേക്ക് ചെയ്യുന്ന ഗോതമ്പൊടി. ആ അതെടുത്തോ. എണ്ണ എടുത്തില്ല, ഫോൺ എടുത്തോ. ഇതിലേക്ക് വെച്ചപ്പോൾ എണ്ണ എത്ര വേണം ചേക്കോ? എണ്ണ ഒന്നും എടുത്താൽ മതി. ഒന്ന് മതിയോ? വെളിച്ചെണ്ണ എടുത്താൽ ഇതെടുത്തോ. വെളിച്ചെണ്ണ യൂസ് ചെയ്യാറെന്ന് വേണ്ട മോനെ, അത് ഫ്രൈയിങ് ഓയിൽ, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വേണ്ട, കുക്കിംഗ് ഓയിലാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ സൺഫ്ലവർ ഓയിൽ പോലെ ഇവിടെ റാപ്സീഡ് ഓയിലാട്ടോ. അങ്ങനെ ലിഡിലിൽ നിന്ന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പേ ചെയ്യാം. പോലെ മോള് മാളുവിനും ഒക്കെ ഇഷ്ടമുള്ള സംഭവമാണ്. ഇതെടുത്ത് നേരെ പേ ചെയ്യാൻ വേണ്ടി എടുത്ത് വയ്ക്കുന്നത്. ഓരോന്നും എടുത്തിച്ചാൽ മതി. അപ്പം അവിടെ പോയി കളക്ട് ചെയ്യാം. വാഷിങ്ങിൻ്റെ എല്ലാം എടുത്തായിരുന്നോ? വാഷിങ്ങിൻ്റെ എല്ലാം എടുത്തായിരുന്നോ? ഇല്ല, എടുത്തില്ല. മോൻ്റെ എല്ലാം എടുത്ത് വെച്ചോ. ഇഡലിയിൽ നമ്മൾ വാങ്ങിച്ചപ്പോൾ 212 യൂറോ 40 സെൻറ്റായി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് സിറ്റി മാർക്കറ്റിലേക്ക് പോകണം. ജിമ്മിലൊക്കെ പോയി സെറ്റപ്പ് ആണല്ലോ, വേഗം എടുത്തോ. എല്ലാം നടക്കുമോ? നിസ്സാരം അല്ലേ? ചെറുകുട്ടി ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തോ? ഓക്കെ, വലിയ വഴക്കുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് വലിയ വഴക്കുണ്ടാക്കിയില്ലല്ലോ. ചിൽഗൈ ആണോ? ചിൽഗൈ അയക്ക ഫണ്ണി ആയിരുന്നു, ഭയങ്കര ഫണ്ണി ആയിരുന്നു പപ്പ. എന്നെ ചക്കി എന്നെ പറഞ്ഞേ? ആ ചക്കി ടീച്ചറിനെ കണ്ടെന്ന് ഓർത്തല്ലേ. അവിടെ നിൽക്കണേ ചോണക്കുട്ടി, സൈഡിലൂടെ പോണേ. എല്ലാം കുഴപ്പമില്ല, സേഫാ. ബട്ടർ ക്യൂബ് മാത്രമേ മേടിക്കാനുള്ളൂ. അത് സിറ്റി മാർക്കറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. എന്നുവെച്ചാൽ നെയ്യ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കത് വേണം. ഇവർക്ക് ദോശ ഇഷ്ടം, ദോശയിൽ നെയ്യ്, ദോശയിൽ ഗീ തൂക്കണ ഇഷ്ടമാണ് അല്ലേ? ദോശയ്ക്ക് കൂടുതൽ അഡിക്ഷൻ ആയിപ്പോയി ദുബായിൽ കഴിച്ച്. ഏഷ്യൻ മാർക്കറ്റിൽ പോകുന്നുണ്ടോ നമ്മള്? ഏഷ്യൻ മാർക്കറ്റിലും പോകണം. പിന്നെ അരിയും ഇതൊന്നും ഇല്ലല്ലോ. സിറ്റി മാർക്കറ്റ് വേറെ ദിവസം പോലെ. ഓക്കെ, അല്ല ബട്ടർ മാത്രം മേടിച്ചാൽ മതി അവിടുന്ന്. ഇവിടെ ഇല്ലാത്ത ബട്ടറാ സിറ്റി മാർക്കറ്റില്. കടയിൽ നിന്ന് അടുത്ത കടയിലോട്ട് അല്ലേ? കാലൊന്നും സോക്സിനകത്ത് കയറാറായിട്ടില്ല, ജാക്കറ്റ് ഇച്ചിരി വലുതാ അതുകൊണ്ട്. സീറ്റ ചവിട്ടാതെ കയറണ്ട മോനെ, ഷൂസ് ഇട്ട് ചവിട്ടല്ലേ സീറ്റല്ലേ? ഓക്കെ, അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കാർട്ടും കൊണ്ട് വെച്ചിട്ട് വരാം. പുതുസായിട്ട് കിട്ടിയ കാർട്ടായതുകൊണ്ട് കോയിനൊന്നുമില്ല കേട്ടോ, നമുക്ക് ചുമ്മാ വെച്ചാൽ മതി. അപ്പോൾ ചേട്ടൻ കയറി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു ഷോപ്പ് 2 ഷോപ്പിൽ ഒഴിവാക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അല്ല എമർജൻസി ലിഡിലിൽ നിന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാം കിട്ടും. അരിയും ഗോതമ്പും മാത്രമാണ് ലിഡിൽ ഇല്ലാത്തുള്ളൂ. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോതമ്പൊടി, ചപ്പാത്തിയുടെ ഗോതമ്പൊടി. പിന്നെ നമുക്ക് നമ്മൾ അരി വാങ്ങണം, തേങ്ങയൊക്കെ വാങ്ങുന്നതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി മാർക്കറ്റിലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പ്രസ്മലേ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ബട്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്യുവർ ബട്ടറുണ്ട്, ഉപ്പില്ലാത്തത്. അത് മേടിച്ച് ഉരുക്കിയാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിവിടെ ലിഡിലിൽ കിട്ടില്ല. പണ്ട് വരുമായിരുന്നു, പക്ഷെ ഇപ്പം അതില്ല. പക്ഷെ സിറ്റി മാർക്കറ്റിലുണ്ട്. പിന്നെ ഏഷ്യൻ ഷോപ്പിൽ പോയപ്പോഴാണ് മീറ്റ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ ഉള്ളത് നമ്മൾ അരിയാണ്, നമ്മുടെ നാടൻ കുത്തിരി, പാലക്കാടൻ മട്ടയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ നെയ്യ് കിട്ടും കേട്ടോ, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ നമുക്ക് ടേസ്റ്റ് ഒന്നും അത്രയും പോരാ. പക്ഷെ നമ്മൾ ഇവിടുന്ന് മേടിച്ച് ഉരുക്കി ഉണ്ടാക്കുന്ന നല്ല അടിപൊളി സാധനമാണ്, നല്ല സൂപ്പർ നെയ്യാണ്. ജോണിക്കുട്ടി കഴിച്ച് ഞങ്ങളെല്ലാവരും വയറാഴ്ച അപ്പമൊക്കെ കഴിച്ച് വന്നുകൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ വിശപ്പുണ്ടാവത്തില്ല. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണി കണ്ട എല്ലാം വാങ്ങി വയ്ക്കും, മധുരമുള്ള എല്ലാം വാങ്ങും. ഫുഡ് കഴിച്ചിട്ട് ഒരു ടിപ്പാണ്, നമ്മൾ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ഫുഡ് കഴിച്ചിട്ടേ പോകാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മള് ഷോപ്പിങ്ങിന് പോയിട്ട് കണ്ണി കണ്ടെല്ലാം വാങ്ങും. പക്ഷെ ജോണിക്കുട്ടി ഓൾറെഡി അവന് ഡേ കെയറിൽ നിന്ന് കിട്ടിയല്ലോ, കഴിച്ചിട്ട് നമുക്ക് കാര്യം ചെയ്യാം. സിറ്റി മാർക്കറ്റിൽ വേറെ ദിവസം പോവാം. സിറ്റി മാർക്കറ്റിൽ നിന്ന് ബട്ടർ മാത്രം മേടിച്ചാൽ മതി. അത് പിന്നെ വാങ്ങിച്ചാൽ പോരാ, ഇപ്പത്തിന് അർജന്റുള്ളതല്ല. അല്ലല്ല, ഏഷ്യൻ ഷോപ്പിൽ പോയിട്ട് നമുക്ക് സാധനം മേടിച്ചു വരാം, സാധനം വാങ്ങിക്കാൻ പറ്റും. ഓക്കെ. നമ്മൾ വണ്ടി മാറിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി മാറിയായിരുന്നു, ഡെലിവറിക്ക് മുമ്പ് തന്നെ മാറിയായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ പഴയ വണ്ടിക്കകത്ത് നമുക്ക് 5 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ട് തന്നെ നമ്മൾ 6 പേരായില്ല. അപ്പോൾ 7 സീറ്റർ വേണ്ടി വന്നതുകൊണ്ട് നമ്മൾ ഇത് XC90 എടുത്തു. XC90 വോൾവോ XC90 എടുത്തു. പണ്ട് നമുക്ക് വോൾവോ XC90 ആയിരുന്നു. പക്ഷെ അന്നേരം നമ്മൾ ക്യാരവാൻ എടുത്ത സമയത്ത് നമ്മൾ പിന്നെ നേരം എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. ആവശ്യമില്ലായിരുന്നല്ലോ നമുക്ക്. ആവശ്യമില്ല, 7 സീറ്റർ ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് അത്യാവശ്യമാണ്. അതെ, ആവശ്യമല്ല അത്യാവശ്യമാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. നമ്മൾ ഉപയോഗിച്ച് പരിചയമുള്ളത് കൊണ്ട് നല്ല വണ്ടിയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, പെട്ടെന്നുള്ള വെയിലൊക്കെ തെളിഞ്ഞല്ലേ. ഇന്ന് രാവിലെ വെതർ മോശമായിരുന്നു, ഒരു ക്ലൗഡി ആയിരുന്നു. ജോൺകുട്ടി എന്നെ എടുക്കുവാടാ അവിടെ. ഹലോ മാൻ, ആണോ കഴിച്ചോണ്ടിരിക്കണോ? എടാ കള്ളാ, നീ ക്യാൻറ്റീനാണോ അവിടെ ഇരുന്ന് ഒളിച്ചിരുന്ന? ക്യാൻറ്റീൻ തിന്നു അല്ലെങ്കിൽ മോൻ കാണിക്ക്. ആ ഓ മിടുക്കൻ, കൊച്ചു കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അല്ലേ. സ്പോർട്സ് ലീവിന് എന്നാ പരിപാടി നിങ്ങൾക്ക്? ആണോ? എനിക്ക് വയ്യ. ഫിൻലൻഡില് പാരൻസ് കിഡ്സ് അവരുടെ എന്താ പറയുക കുടുംബജീവിതത്തിനെ കൂടുതൽ സന്തോഷഭരിതമാക്കാൻ വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വർക്ക് പ്ലേസിൽ നിന്നൊക്കെ ഇവിടെ ലീവുകൾ കറക്റ്റായിട്ട് എല്ലാം ആഘോഷിക്കും. ഇവിടെ എല്ലാ ലീവുകളും കിട്ടുകയും ചെയ്യും. അത് ഫുൾ ഫാമിലി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയ സപ്പോർട്ടൊക്കെ ചെയ്തു തരും എല്ലാവരും അല്ലേ. അതെ, അപ്പൊ അങ്ങനെ നമ്മൾ ലീവ് എടുത്തേക്കുവാണ്. അടുത്ത ആഴ്ച മുതൽ ഒരാഴ്ചത്തേക്ക് ലീവാണ്. ഞാൻ ഓൾറെഡി ലീവിലായതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ ലീവിലാണ്, പിള്ളേർ ലീവിലാണ്. അപ്പൊ എവിടെയെങ്കിലും ഇത്തവണ പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്തായാലും അടുത്ത ആഴ്ചയൊക്കെ വെതർ ഭയങ്കര മൈനസ് ഒന്നും അല്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും വെക്കേഷൻ ആണല്ലോ, എന്തെങ്കിലും രസമുള്ള പരിപാടികളൊക്കെ ആയിട്ട് ചെയ്യണം. ഫ്രണ്ട്സ് വരുന്നുണ്ട്, അപ്പൊ അവരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചേക്കാന്ന് വിചാരിക്കുന്നു. അതെ, പിള്ളേർക്ക് ഒരു ചേഞ്ച്, അവർക്ക് പിള്ളേരുള്ളവരാണ്. ഇതാണ് ഞങ്ങളുടെ ടൗണിലുള്ള വാസയിലെ ചെറിയ ടൗണ്. ഇവിടെയാണ് ഏഷ്യൻ ഷോപ്പുകളൊക്കെ ഉള്ളത്. 3-4 ഉണ്ട്. നമ്മൾ പോകുന്ന 1-2 ഷോപ്പുണ്ട്. കൊച്ചു വിചാരിച്ച പോലെ ഭയങ്കര വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അല്ലേ. ചെറുതായിട്ടൊന്ന് ചിണുങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ പാവം. എന്താണ് അവിടെ പരിപാടി? ചക്കിയുടെ ബെൽറ്റ് എന്തേ ചക്കി? മറ്റേ മേളിലോടെയുള്ള ബെൽറ്റ് എന്തേ? എപ്പോഴും പറയണ ചക്കി അത് ബെൽറ്റ് ഇട്ടിരിക്കട്ടോ. നമ്മുടെ ഏഷ്യൻ മാർക്കറ്റുകളുടെ ഒക്കെ ഒരു ഏരിയ. അങ്ങനെ നമ്മൾ അവിടെ എത്തി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വണ്ടി എന്താണ് അതെടുക്കാവോ? ഇവിടെ കപ്പ, തേങ്ങ, മാങ്ങ, എല്ലാം ചക്ക എല്ലാം വരുന്ന സാധനം എല്ലാം വരുന്നത്. അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനങ്ങളും കൂടി ഉണ്ടാവും. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ അയല ഒക്കെ കിട്ടുന്നത്. ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ കൊഴുവയില്ലേ, കൊഴുവ ഇരിക്കുന്നുണ്ടോ? കോവയ്ക്ക കട്ട് ചെയ്തത്, വെണ്ടയ്ക്ക, നമ്മുടെ കാച്ചിൽ ഉണ്ടോ? കപ്പയുണ്ട്. ഇവിടെ കപ്പ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ ഇങ്ങനെയായിരുന്നു. പക്ഷേ നേരത്തെ വന്നുകൊണ്ടിരുന്ന കപ്പയായിരുന്നു നല്ലത്. ഇവിടുത്തെ കപ്പ ഈ ഫ്രോസൺ കപ്പ ഇതൊരു സുഖമില്ല. ഉണ്ട്, ഇവിടെ ഇടിച്ചക്ക വന്നേക്കുന്നുണ്ടോ? ഇവിടെ നേരത്തെ നല്ല കഴിഞ്ഞ പ്രാവശ്യം ചക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രോസനായിട്ട് അരിഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഇതുണ്ടോ ഇടിച്ചക്ക. തേങ്ങ എടുക്കുമ്പോൾ പലപ്പോഴും എടുക്കുമ്പോൾ പകുതി എപ്പോഴും തേങ്ങയ്ക്ക് പണി കിട്ടും. പക്ഷെ ഇതൊന്നും കുലുങ്ങുന്നില്ലേ? അല്ല, കുലുങ്ങുന്നതിനകത്ത് നല്ലത്. കാരണം വെച്ചാൽ വെള്ളം പറ്റിപ്പോയതായിരിക്കും. വെള്ളം ഉള്ളതിനകത്ത് മിക്കവാറും ചീഞ്ഞായിരിക്കും. പക്ഷെ ഇത് കണ്ടിട്ട് നല്ലതായിട്ടല്ലേ ഇരിക്കുന്നത്. അത് നല്ലതാണ്. തേങ്ങയുടെ വില ഉണ്ടോ? പപ്പായ 18 യൂറോ 99 സെൻറ്റാണ് 1 കിലോയ്ക്ക്. അതായത് 1 യൂറോ എന്ന് പറയുമ്പോൾ 90 രൂപയാണ്. ഇപ്പോഴത്തെ 90-91 രൂപയാണ് 1 യൂറോ. വാളമ്പുളി, കമ്പിളി നാരങ്ങ, ബബ്ലൂസ് നാരങ്ങ, കമ്പിളി നാരങ്ങ, ചേമ്പ് ഉണ്ട്. ചേമ്പ് 2 ടൈപ്പ് ചെയ്യാൻ എനിക്ക് ചേമ്പ് എടുക്കാം. മറ്റേ ടൈപ്പ് ചെയ്യാൻ പറ്റും. നീളമുള്ള ചേമ്പ് എടുക്കുക. നല്ല ചേമ്പ് കറി വെച്ചപ്പോൾ നല്ല നീളമാണോ നല്ലതാ? നീളമുള്ള എടുത്തോ. അതാണോ നല്ലതാ? എനിക്ക് കണ്ടിട്ട് ഒരു ലുക്ക് തോന്നുന്നതല്ലേ? എനിക്കറിയില്ല. അതെ, ഇതിനൊക്കെ കിലോയ്ക്ക് 7,99 7 യൂറോ 99 സെൻറ്റാണ്. ഈ വാഴപ്പുള്ളി കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ടോ? ഇത് നല്ലതാണോ? വാഴയ്ക്ക് നല്ലതാണോ? അടുത്തായിരിക്കും അല്ലേ. നമ്മുടെ ചേന കണ്ടത് ഇങ്ങനത്തെ ഇവിടെ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ചേനയാണ് ഈ സംഭവം. നീളത്തിലിരിക്കണം. ഏത്തപ്പഴം നല്ലതാണോ? കൊണ്ടിട്ടൊരു സെറ്റപ്പോളജി ഇല്ലോ. എനിക്ക് അപ്പുറം ഇരിക്കണ പേരക്കയാണോ? അതാ വഴുതനങ്ങ, കുഞ്ഞു വഴുതനങ്ങയാണോ? പക്ഷെ എനിക്കറിയാം. ഇതെന്നാ ഇത്? വാഴക്കൂമ്പുണ്ട്, പേരക്കയുണ്ട്. ഇഷ്ടം കേട്ടോ പേരക്ക. ബീഫുണ്ട്, മട്ടനുണ്ട്, ചിക്കനുണ്ട്. ഇതൊക്കെ കുറച്ച് ഓഫർ ഇട്ട് വെച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞ ഫ്രൈഡേ ഇവിടെ ഫ്രഷ് മീറ്റ് കൊണ്ടുവന്നതാണ്. ചിക്കനുണ്ട്. പക്ഷേ ഫ്രൈഡേ വരുവാണെങ്കിൽ നമുക്ക് ഫ്രഷ് സാധനം കിട്ടും. ഇത് കോഴിയുടെ ചങ്കും കരലുമാണ്. ഇതിരിക്കുന്നുണ്ടോ? പക്ഷേ ഇത് ഫ്രൈഡേ ആകുമ്പം ഫ്രഷ് സാധനം കിട്ടും.
സംഭാരമാണല്ലേ? ഇത് സംഭാരം. അവൻ പോയി എടുത്തിട്ട് വാ. ചേന കട്ട് ചെയ്ത് ചേന വന്നേക്കുന്നു. എന്താ ചുമന്നുള്ളി ഫ്രോസൺ വന്നേക്കുന്നത്. ഫ്രഷ് വരാറുണ്ട് ഇടയ്ക്ക് അല്ലേ? പിന്നെ നമ്മുടെ ക്രേവിങ്സിന് വേണ്ടിയിട്ടൊരു കുനാഫയും പൊക്കിയിട്ടുണ്ട്. കരിക്ക് ക്ഷാമമായി ഗൈസ്. നമ്മൾ തന്നെ പൊന്നേരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പൊന്നേരി വെച്ചല്ലേ? മറ്റേ സാധാരണ എപ്പോഴും കാണുന്നതാണ്. അതെ. പിന്നെ അപ്പത്തിന് അരയ്ക്കാനുള്ള ഇത് എടുക്കണോ? അപ്പത്തിന് അരയ്ക്കുമ്പോൾ അവലാണോ? അവല് മറ്റേ ഈ അവലെടുത്തോ? അഥവാ നമുക്ക് ചായക്ക് വേണ്ടിയിട്ടുള്ളതുണ്ടെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാമല്ലോ. ആണോ? ഇവിടെ അവലിന് 1 കിലോയ്ക്ക് €3.99 ശർക്കരപ്പൊടി. ശർക്കര അരി ഇരിപ്പുണ്ട്, നമുക്ക് വേണ്ട. കുത്തിരിയുണ്ട്. നമുക്ക് ഇതാണ് പറ്റത്തുള്ളൂ. ഈ 5 കിലോയുടെ പാക്കറ്റാണ്. അരി നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല അരിയല്ലേ ഇത്? പിന്നല്ലേ റൈസ് നമ്മളൊരു 4-5 പാക്കറ്റ് എടുക്കുവാണെങ്കിൽ എപ്പോഴും അരി വാങ്ങാൻ വരണ്ട. അരി നമ്മൾ 15 കിലോ എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരണ്ട. ഗോതമ്പൊടിയാണോ ഏതെടുക്കുന്നത്? ഗോതമ്പൊടി ചക്കയുണ്ട് ഇതിൽ. അത് നല്ലതെന്ന് അറിയില്ല. ചക്കി ആശീർവാദ്. വേറെ എലഫന്റ് ആട്ടയൊക്കെ വന്നിട്ടുണ്ട്. റോസ്റ്റഡ് റെഡ് റൈസ് എടുക്കാല്ലേ? 2 റെഡ് റൈസിന്റെ പൊടിയൊക്കെ വന്നിട്ടുണ്ട്. കോഴിക്കോട്ട ഉണ്ടാക്കാനും വൈറലായിട്ടുള്ള മറ്റേ ഫുഫു ഉണ്ടല്ലോ, ആഫ്രിക്കൻസിന്റെ ഒരു മെയിൻ ഫുഡ്, അതിന്റെ പൊടിയൊക്കെ വന്നിട്ടുണ്ട്. അത് കപ്പപ്പൊടി വെച്ചുണ്ടാക്കുന്നത്. ഇത് വാഴക്കല്ലേ? പക്ഷേ വാഴക്കല്ല, വാഴക്കയാണ് ഫുഫു ഉണ്ടാക്കാൻ മെയിൻ വേണ്ടത്. നമ്മുടെ നാട്ടിൽ കപ്പ വെച്ചവരുണ്ടാക്കുന്നത്. കപ്പ ശരിക്കും പറഞ്ഞാൽ അരച്ചിട്ടുണ്ടാക്കും. അതിൻ്റെ അകത്തുള്ള കട്ടൊന്നും പോകുന്നില്ല. അത് ആരോഗ്യത്തിന് തന്നെ കേടാ. ഇവർ പറയണത്, ഇവിടുത്തെ ആഫ്രിക്കൻസിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു വാഴക്കയുടെ പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ സൈഡ് ഹലോ ഹൽദിറാംസിൻ്റെ മുറുക്ക്. നമുക്കെല്ലാ മസാലകളെല്ലാം അത്യാവശ്യങ്ങളെല്ലാം കിട്ടും. ഈവൻ ചിക്കൻ മസാല അങ്ങനെയൊക്കെ ഉള്ളത് കറക്റ്റ് എക്സാക്റ്റ് കിട്ടത്തില്ലെന്നുള്ളൂ. പക്ഷെ ആവറേജ് സാധനങ്ങളെല്ലാം കിട്ടും. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അയ്യോ പൊട്ടിയത്. അത് പൊട്ടിയതാണോ? അത് പൊട്ടിയതാട്ടത്. ആണ്ടേ ബനാന ചിപ്സ്. ഇത് മധുരമുള്ളതാണോ മറ്റേ എരിവുള്ളതാണോ? എരിവൊന്നുമില്ല, നോർമൽ ടൈപ്പ്. അതായത് 200 ഗ്രാമിന് €3.50 വില. പിള്ളേർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരെണ്ണം എടുക്കുന്നു. നാച്ചുറലി സ്വീറ്റ് അല്ല, നോർമൽ നമുക്ക് വേണ്ട. സ്വീറ്റുള്ളതാണ്. ഓക്കെ, നമുക്കെന്നാൽ കള ഒഴിയാം. പോയേക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ ചിലവാകുന്ന ഏഷ്യൻ ഷോപ്പുകളിലാണ് സാധാരണ രീതിയിൽ. എന്നെ കണ്ടിട്ട് നാഗവല്ലി എഫക്റ്റ് ഒക്കെ തോന്നുന്നുണ്ടോ? വാടി എന്ന് പറഞ്ഞു. ക്യാമറ ഓഫ് ചെയ്തിട്ട് എടി വാടി എന്ന് പറഞ്ഞ് വിളിക്കും ഞാൻ, ക്യാമറ ഓഫ് ചെയ്തിട്ട്. അതായത് നമ്മൾ ആവശ്യമുള്ള സാധനമാണ് സാധാരണ എടുക്കുന്നത്. പക്ഷേ ചുക്കുരം കൊണ്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് സാധനം കൊണ്ട് നമുക്ക് ആവശ്യം ഉണ്ടാക്കാന്ന് ചുക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് പിള്ളേർ വണ്ടിക്കകത്തല്ലേ. മതി പോയാലോ? മീൻ ഇത് എടുക്കുന്നില്ല, ഫിഷ് എടുക്കുന്നില്ലേ? ഫിഷ് ഇത്രയും സാധനം വാങ്ങിച്ചിട്ട് കറി വയ്ക്കാവുന്നില്ല. എന്നാ ഇനിയിപ്പോൾ ഈ ഫ്രോസൺ സാധനമല്ലേ, ഫ്രഷ് സാധനം വാങ്ങാം. ഇപ്പം ലഡു പോലെ ഇരിക്കുന്നേ. വാ, നമ്മൾ ഇച്ചിരി കൺട്രോൾ ചെയ്യാം. മധുരം കുറച്ച് കൺട്രോൾ ചെയ്യണം നമ്മൾ. ബില്ലടിക്കാൻ നേരത്തെ കണ്ണു വേറെ പല സ്ഥലത്തേക്കും പോകുന്നുണ്ടോ? 185 രൂപയേ. വേറെ ഒരു പരിപാടികളും ഇല്ല. നേരെ കടയിൽ നിന്ന് ഇറങ്ങി ശരിക്കും മടുത്തു, എല്ലാവരും മടുത്തു. അതുകൊണ്ട് നേരെ നമ്മൾ വീട്ടിലോട്ടേക്ക് എത്താറായി കേട്ടോ. സൂക്ഷിച്ചിറങ്ങാം കേട്ടോ, ബഹളം കൂട്ടല്ലേ. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് തരാം. ബാ, സൂക്ഷിച്ചിറങ്ങിയോ. ഓടി വാ. അയ്യോ, അത് ആരുടെ താഴെ പോയേ? ആരുടെ അത് കാണിച്ചേ? ജോണിക്കുട്ടിക്ക് വാലന്റൈൻ കാർഡ് കിട്ടിയോ? ഓഹോ, എന്നാ എഴുതി വെച്ചേക്കണം, ഒന്നും മനസ്സിലാകുന്നില്ല അമ്മയ്ക്ക്. കൊച്ചിന്റെ പേരെന്നാ? ഒതുക്കി വെക്കണേ കേട്ടോ. നോക്കട്ടെ. അച്ചോടി ഉറങ്ങിപ്പോയി. അപ്പം ആ നേരം കൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ പയ്യെ അകത്തേക്ക് കയറ്റുവാണ്.
നമ്മളിങ്ങനെ വലിയ ഷോപ്പിംഗ് നടത്തുന്ന ദിവസങ്ങളിൽ കുറേ പരിപാടികളുണ്ടാവും. ഇതെല്ലാം ഇനി പടിക്ക് കയറ്റി വെക്കാനൊക്കെ ഒത്തിരി സമയം നമുക്ക് വേണം. എടുത്താ പൊങ്ങുവോ? ഏലാം പിപ്പെടുത്തോ. അശ്ശോ, പൊട്ടിയത്? പൊട്ടിക്കല്ലേ എന്റെ ദൈവമേ. മമ്മി ഈസിയസ്റ്റ് എടുത്തോളാം, ഹെവി ആയിട്ടുള്ള ജോണിക്കുട്ടി എടുത്തോളാന്ന്. അയ്യോ, മുട്ടയാണെങ്കിൽ പൊട്ടിക്കല്ലേ. അങ്ങനെ നമ്മുടെ അശുക്കുട്ടൻ വന്നു. ഉറക്കമാണോ മോനെ? പയ്യെ കൊണ്ട് അവന്റെ കസേര കിടത്താം നമുക്ക്. നമ്മുടെ ഫസ്റ്റ് ഷോപ്പിംഗ് കഴിഞ്ഞു എസക്കുട്ടനുമായിട്ട് അല്ലേ. ഷൂസൊക്കെ തൂങ്ങി കിടക്കുക. അവന്റെ കാല് അത് നിന്നെ മാളു, അവന്റെ കാല് ഇവിടം വരെ ഉള്ളേ, ഇവിടെ ഒന്നും ഇല്ല. വന്നു നേരെ ബേബിക്ക് പാല് കൊടുക്കുക അല്ലേ ചുക്ക്? അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടികള് ഫിനിഷിലാവും പറയണതാണേ. അതായത് ലിഡില് നമുക്ക് എത്ര യൂറോ ആയി ജോണിക്കുട്ടി? കുഞ്ഞാപ്പൂ 212 യൂറോ 40 സെന്റ് ആയി. ഏഷ്യൻ ഷോപ്പിൽ എത്രയായി നോക്കിയേ? ഏഷ്യൻ ഷോപ്പിൽ എത്രയായി അല്ലേ? താഴെ നോക്കാം, 190 യൂറോ. മൊത്തം 400 സംതിങ് യൂറോ, 402 യൂറോയ്ക്ക് പർച്ചേസ് ചെയ്തു. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി 15-ാം തീയതി മുതലുള്ള നമ്മൾ ഈ 15-ാം തീയതി തൊട്ട് അടുത്ത 15-ാം തീയതി വരെ എഴുതി വയ്ക്കുന്നുണ്ട്. ലിഡിലിൽ എഴുതിയ മാളു ഏഷ്യൻ ഷോപ്പ്. ഏഷ്യൻ ഷോപ്പിൽ 190 യൂറോസ് ബില്ല്. ഒരു ഐഡിയ അറിയണം. നമ്മൾ പലപ്പോഴും എല്ലാ പ്രാവശ്യം എഴുതി വയ്ക്കാൻ തുടങ്ങും, ഇടയ്ക്ക് വെച്ച് നമ്മൾ വിട്ടുപോകും. 192 അല്ലേ? 90 ആണോ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ 15-ാം തീയതി തൊട്ട് നമ്മളിപ്പോൾ ഇതുവരെ വാങ്ങിച്ചേക്കുന്നത് അത്യാവശ്യം 600 യൂറോ അടുത്തായി. പിന്നെ ഇവരുടെ പരിപാടികളാണ് ഓരോന്ന് എടുത്ത് വയ്ക്കുക. ഇവിടെ വെച്ചതിന് ശേഷം ഇവിടുന്ന് തന്നെ നമ്മൾ പരിപാടി ചക്കി ഇങ്ങനെ ചെയ്യണേ. ഇവിടുന്ന് തന്നെ എടുത്ത് തന്നെ ചെയ്യുന്നേ. ഓർഗനൈസ് ചെയ്യാം. ആരെങ്കിലും ഒരാളെ എടുത്ത് ഫ്രിഡ്ജ് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. പാലൊക്കെ എടുത്ത് വയ്ക്കുക. ചക്കി എന്ന പാലുകളൊക്കെ എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കുക. ഓക്കെ, എന്നാൽ ചക്കി ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കുക. അതെന്നാ ജോണിക്കുട്ടി? അത് പഴം ചിപ്സ്. നേരത്തെ നമ്മൾ തന്നെ ഇതെല്ലാം എടുത്ത് വെക്കണമായിരുന്നു. ഇപ്പം പിള്ളേരെല്ലാം എടുത്ത് വെച്ചോളൂ. കുറച്ച് കഴിയുമ്പോൾ എസക്കുട്ടി എടുത്ത് വയ്ക്കുമോ? ഇനി മുട്ട ഉണ്ടോ? ഒരെണ്ണുണ്ടായിരുന്നില്ല, ഒരു ഗ്രീൻ കളർ. എല്ലാം എടുക്കുന്നില്ല, എളുപ്പമുള്ളത് വെക്കണേ. ലെമണും നിലത്ത് വെക്കും, മേളിലോട്ട് നിലത്ത് വെക്കും. തലയ്ക്ക് മേളിലോടെ ബാക്കിലോട്ട് വെക്കാൻ പറ്റുമോ? മേളിലോട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും, ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റുമോ? രണ്ട് ചെയ്യും വെക്കാം. കൈവേനയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും. ഇന്നലെ കരാട്ട ക്ലാസ്സിൽ പോകാൻ പറ്റിയതാണോ? ആണോ? ഇതാ എക്സർസൈസ് ചെയ്യുമ്പോൾ വരുന്നത്. എടുത്തത് ഫില്ല് ചെയ്താൽ മതി. അത് തീർന്നിട്ട് പുതിയത് എടുക്കാം. സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഒരിടത്തേക്ക് മാറ്റി വെക്കണേ. എലിയൊക്കെ ഉണ്ട്, താഴെ വെച്ചാൽ മതി. മേളിലോട്ട് കയറാൻ പറ്റും. ഇതാട്ടോ നമ്മൾ പറഞ്ഞ ബട്ടർ ഊസാൾത്താത്ത് എന്നാണ് സ്വീഡിഷിൽ എഴുതിയേക്കണേ. സോളമാത്തോൺ എന്നുള്ളത് ഫിനിഷില്. അപ്പൊ ഈ സംഭവം 500 ഗ്രാമിന്റെ ക്യൂബാണ് നമ്മൾ വാങ്ങുന്നത്. എന്നിട്ട് ചൂട് കട്ടിയുള്ള പാത്രത്തിലിട്ട് നമ്മൾ ചൂടാക്കുന്നു. ഉപ്പില്ലാത്ത ബട്ടറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പൊ ഇത് ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഉരുകി ഫുള്ള് മെൽറ്റ് ആവും. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അത് കുറച്ചുകൂടെ ക്ലിയർ ആവണം. മേളിലുള്ള പതയൊക്കെ ഒന്ന് മാറി വരണം. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെയിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത്രയും മുരിയത്തില്ല. നമുക്കിതാണ് ഇഷ്ടം. നല്ല നല്ല നെയ്യുടെ മണം വരുന്നത് ഇപ്പോൾ. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു ചില്ലിൻ്റെ കുപ്പിയിലിട്ട് ഒഴിച്ചടച്ച് വയ്ക്കും. അടുക്കി പറിക്കുന്നതിനിടയ്ക്ക് ജോണിക്കുട്ടിക്ക് വിശക്കുന്നു അല്ലേ ജോണിക്കുട്ടി? കൈക്ക് വേദനയാന്നൊക്കെ പറഞ്ഞൊന്ന് കിടന്നു നോക്കിയതായിരുന്നു. വേദന മാറിയോ? മാറിയില്ലേ? ഇന്നലെ എക്സസൈസ് ചെയ്തതിൻ്റെയാ. ചക്കി എടുത്ത് വെച്ചോ? മമ്മ, ഞാൻ ചെറിയ ടൊമാറ്റോ മറ്റേ വലിയ ബോട്ടിലോട്ട് മാറ്റിയേ.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം തേങ്ങ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചേർക്കുന്നത് തേങ്ങാശ്ശേരി ജോണിക്കുട്ടിയും പഠിച്ചു. ജോണിക്കുട്ടിക്ക് തേങ്ങ ചേർന്നതാണ്. ജോണിക്കുട്ടി എങ്ങനെ പഠിച്ചേ? ഈ മമ്മയാണെങ്കിൽ ഒരു പ്രാവശ്യമാണെങ്കിൽ എനിക്ക് പഠിപ്പിച്ചു അല്ലേ? അപ്പം പപ്പയുടെ ചാൻസ് ജോണിക്കുട്ടി ഏറ്റെടുത്തതാണ്. അത് പൊക്കിക്കേ, എന്തൊരു നോക്കട്ടെ. പയ്യെ ആ കൈ പോകരുത്, പതുക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. ക്യുക്കായിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഗ്രോസറി സാധനങ്ങൾ മേടിച്ചൊരു ഇതായിരുന്നു നമ്മൾ കണ്ടത്. ക്യുക്കല്ലായിരുന്നു അല്ലേ? പിള്ളേരൊക്കെ മടുത്തേ. കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം സാധനം ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട്, അതായത് ആവശ്യമുള്ള എന്താണോ കഴിക്കാൻ തോന്നുന്നത് അതനുസരിച്ചാണ് നമ്മൾ സാധനം മേടിക്കുക. ഒത്തിരി സാധനങ്ങൾ മേടിച്ച് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. കറി വെക്കുന്ന മെയിൻ സാധനങ്ങളൊക്കെ. ഇന്നിപ്പോൾ മട്ടൺ മേടിച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെയാണ് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഫിഷൊക്കെ ഓഫർ വരുമ്പോൾ അങ്ങനെ അത് നോക്കിക്കൊണ്ട് മേടിക്കും. നാളെ മാളുവിന് എക്സാം ഇല്ലേ? ഹിസ്റ്ററി. ചക്കിക്കിന് എക്സാം, ഇംഗ്ലീഷിന്റെ എക്സാം ഉണ്ട്. ജോണിക്കുട്ടിക്ക് നാളെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.